തങ്ങൾ ദിവസം മുഴുവൻ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പണം നാട്ടിലേക്ക് അയക്കുന്നു. ഒരു മാസം തന്നെ കോടിക്കണക്കിന് രൂപയാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് ഒഴുകുന്നത്. എന്നാൽ അതെന്ത് ചെയ്യുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു, ആർക്കാണ് അതിന്റെ പ്രയോജനം? ഇങ്ങനെ 100 ചോദ്യങ്ങളാണ് സാധാരണക്കാരായ പ്രവാസികളുടേത്. ഏത് ഭരണം വന്നാലും ഇനിയെങ്കിലും തങ്ങളുടെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം വേണം. സാധാരണക്കാരായ പ്രവാസികളുടെ അഭിപ്രായങ്ങളാണ് ഇന്ന് പ്രവാസി വോട്ട് തേടുന്നത്. ഇവിടെ കുറെ രാഷ്ട്രീയക്കാർ കതിറിട്ട് വരും, അവരെ സ്വീകരിക്കാൻ കുറെ ആൾക്കാരുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് അതുകൊണ്ട് ആർക്കും ഒരു ഉപകാരമൊന്നും കിട്ടുന്നില്ല. ഞങ്ങളെ എമൗണ്ട് നിങ്ങൾക്ക് വേണം. ഇപ്പൊ അതിന് ടാക്സി ആക്കുന്നത്, അതാക്കുന്നത്, ഇതൊക്കെ ആക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പാർട്ടിയാണെങ്കിൽ അതിൽ പ്രവാസികളും പ്രവാസികളായ കുടുംബക്കാരും അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ആണ് എന്റെ അഭിപ്രായം. ഞങ്ങളിവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നാട്ടിലേക്ക് അയക്കുന്ന കാശുകൊണ്ട് ഒരു പ്രയോജനം ഞങ്ങൾക്കില്ല ഗവൺമെന്റിൽ നിന്ന്. അവിടെ ഏത് ഗവൺമെന്റ് വന്നാലും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. നാടിന് വേണ്ടി നമ്മുടെ നാട് നമ്മുടെ ചിന്ത എന്നുള്ള രീതിയിൽ നല്ലതാണ്. കാരണം നമ്മളിവിടെ നിൽക്കുന്നത് നമുക്കറിയാം ഇവിടെ എന്തോന്നും ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇതന്നെ സ്വന്തം നാട്ടിൽ വേണമെന്ന് അധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളിൽ ഒരാളാണ് ഞാനും. ഇവിടെ നിൽക്കുന്ന എല്ലാവരും ചോദിച്ചാൽ ഇതന്നെ എല്ലാവർക്കും നാട് ഇതേപോലെ കിട്ടണം. അതിനുവേണ്ടി ദൈവം സഹായിച്ച് നല്ല രീതി വരട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ നിൽക്കുന്നു. ഞങ്ങളിവിടെ അധ്വാനിച്ച് ഞങ്ങൾ നാട്ടിലേക്കുന്ന പണത്തിന് അതിന്റെ മൂല്യം തരുന്ന ഒരു സർക്കാർ വരണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പ്രവാസികളുടെ കുടുംബങ്ങളൊക്കെ ഒത്തൊരുമയിൽ നിന്നിട്ട് അതിന് പറ്റുന്ന ഒരു സർക്കാരിനെ വിജയിപ്പിക്കുക, അതാണ് എന്റെ ഒരു അഭിപ്രായം. എന്റെ അഭിപ്രായത്തിൽ പ്രവാസികൾക്ക് അനുകൂലമായ ഒരു സർക്കാർ കേരളത്തിൽ വരണം എന്നാണ്. അതുകൊണ്ട് എല്ലാ പ്രവാസികളും ഇവിടെയുള്ള പ്രവാസികൾ അതിനനുസരിച്ച് നാട്ടിലേക്ക് വിളിച്ച് പറയണം. സാധാരണക്കാരായ പ്രവാസികളെ സംബന്ധിച്ച് അവർക്ക് കൂടി അവർ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് കൃത്യമായ വില കാണണമെന്ന അഭിപ്രായമാണ് അവർ പറയുന്നത്. അവരെ കൂടെ മാനിക്കുന്ന ഒരു ഗവൺമെന്റ് വേണം തീർച്ചയായിട്ടും ഇനി വരാനുള്ളതെന്ന് അവർ അഭിപ്രായപ്പെടുന്നു. ക്യാമറാമാൻ വിനീതിനോടൊപ്പം ആഗിൻ കിപ്രം, അമൃത ന്യൂസ്, അബുദാബി.